എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ ഓസ്ട്രേലിയയിലെത്തിയെന്ന്. ഓസ്ട്രേലിയയിലെത്തിയതൊരു വലിയ കഥയാണ്. അപ്പോൾ നമുക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് ആ കഥ കേൾക്കാം. 6th സെമസ്റ്റർ പഠിക്കുമ്പോഴാണ് എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ഐഗേറ്റ് ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഓഫർ കിട്ടുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈയിലായിരുന്നു എനിക്ക് ട്രെയിനിങ് അലൊക്കേഷൻ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെന്നൈയിലേക്ക് കുടിയേറി. ഐഗേറ്റിൽ നിന്ന് എനിക്ക് ഓൺസൈറ്റ് പോകാനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കോഗ്നിസെൻറ്റിൽ ജോയിൻ ചെയ്തു. കോഗ്നിസെൻറ്റിൽ കുറച്ച് നാൾ നിന്നപ്പോൾ അവർ ഓൺസൈറ്റ് വിടാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഗായിക ഇവിടെ ഓസ്ട്രേലിയയിൽ ഓൾറെഡി സെറ്റിൽഡ് ആയിരുന്നു. ആ സമയത്ത് അവളിതുപോലെ ഒരു സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് എന്നോട് പറയുന്നത്. എനിക്ക് വളരെ നല്ലതായിരിക്കും, മോൾക്ക് വന്ന് ഇവിടെ സെറ്റിലാവാനും പഠിക്കാനും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ലൈഫൊക്കെ കുറച്ചും കൂടെ ബെറ്ററാകും, ഫിനാൻഷ്യലി സ്റ്റേബിളാകും, അങ്ങനെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഞാൻ എലിജിബിൾ ആയിട്ടുണ്ടായിരുന്ന വിസ കാറ്റഗറി ഇൻഡിപെൻഡൻറ്റ് സ്കിൽഡ് മൈഗ്രേഷൻ എന്ന് പറയുന്ന 189 വിസയാണ്. 189 വിസ നമുക്ക് ഓഫ് ഷോറിൽ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഓസ്ട്രേലിയയുടെ പുറത്ത് നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടണം. അങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇതൊരു പോയിൻ്റ് ബേസ്ഡ് സ്കിൽ അസസ്മെൻ്റ് ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ പ്രായം, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ഫീൽഡ് ഓഫ് വർക്ക്, നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല സ്കിൽസ് അനലൈസ് ചെയ്തിട്ടാണ് നമുക്കൊരു പോയിൻ്റ് തരുന്നത്. ആ പോയിൻ്റ് 60 പോയിൻറ്റ്സ് മതിയായിരുന്നു അന്ന്. ഞാനീ പറയുന്നത് 2014 കാര്യമാണ്. അന്ന് 60 പോയിൻറ്റ്സ് ഉള്ളവർക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്യാമായിരുന്നു. എനിക്ക് 65 പോയിൻ്റ് ഉണ്ടായിരുന്നു, ജസ്റ്റ് എബോവ് ദ ലൈൻ. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തു. ഒരു മാസത്തിനകത്ത് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയും വിതിൻ 2 months എൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവായി എനിക്ക് PR കിട്ടുകയും ചെയ്തു. PR എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസ്. അങ്ങനെ 2014 ഒക്ടോബറിൽ നമ്മൾ ആദ്യമായി ഓസ്ട്രേലിയയിൽ കാലുകുത്തി. പിന്നെയും 3-4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സെറ്റിലാകാൻ എത്തുന്നത്. 2018 ജനുവരിയിൽ ഞങ്ങൾ പൂർണ്ണമായും ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറി.